ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസിലാണ്, അമ്പൂരിയിലാണ്. അമ്പൂരിയിലുള്ള ഒന്ന് രണ്ട് കാഴ്ചകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതാ അത് കണ്ടോ, നിങ്ങൾക്ക് എൻ്റെ പിന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു പാലം കാണാം, അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെ, ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന ആ ഒരു പാലം കേട്ടോ. ഫാമിലി ഉണ്ട് കൂടെ, ഒറ്റയ്ക്കല്ല. എന്തായാലും ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അമ്പൂരി ബ്രിഡ്ജ് എന്നൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വന്തപ്ലാമൂട് പാലം എന്നും പറയും കേട്ടോ. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനക്കുളം എന്ന് പറഞ്ഞൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ ഇന്ന് കാണാൻ. അപ്പോൾ അതാ ആ സൈഡിലാണ് ആനക്കുളം വാട്ടർഫോൾസ് കേട്ടോ. അപ്പോൾ വരുന്നവർ ജസ്റ്റ് കുളിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വന്നാൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് അവിടെയും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ വരിക. പക്ഷേ ഇത് നല്ലൊരു സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ സൈഡിൽ നല്ല ഉയരമുള്ള മലകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, അതാ അതിൻ്റെ മുകളിൽ കാർമേഘമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം. ഫുള്ള് നെയ്യാർ റിസർവയറാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ഒരു പാലം. അതും ഇതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിലൂടെ മാക്സിമം ഓട്ടോറിക്ഷ പിന്നെ മാരുതി 800 പോകും കേട്ടോ. അതിന് മുകളിലുള്ള വലിയ വാഹനങ്ങളൊന്നും പോകില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വണ്ടി വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നടന്ന് ക്രോസ് ചെയ്യണം. കാരണം നമുക്കിവിടെ ബൈക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റും. ഓട്ടോറിക്ഷയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഓട്ടോറിക്ഷ കഷ്ടിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിറ്റായിട്ടാണ് ഇതിലൂടെ പോകുന്നത്. അതെ, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഫലകത്തിൽ. 2004 കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തത്. ആക്ച്വലി ഒരു നടപ്പാലമാണ്, വന്തപ്ലാമൂട് ചാക്കപ്പാറ നടപ്പാലം. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 2004, ഉദ്ഘാടനം കഴിഞ്ഞാൽ 2010 കേട്ടോ. 6 വർഷം എടുത്തോ ഇത് പണിയാൻ. എന്താണെന്തോ ആണ് നമ്മുടെ ആനക്കുളം വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങോട്ട് പോകാം. അപ്പോൾ അതെ, നമ്മൾ അതുവഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ ആനക്കുളം വാട്ടർഫോൾസിലോട്ട് പോകേണ്ടവർക്ക് ഇതൊരു അടയാളമായിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്താ ഇവിടെ ഒരു കുറച്ച് നടന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഇതേപോലെ ഒരു ചെറിയ ക്രോസ് ഉണ്ട്. അങ്ങോട്ട് വെള്ളം പോകുന്നതും ഇവിടെ സൗണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇതുവഴി മുകളിലോട്ട് അങ്ങ് നടന്ന് അങ്ങോട്ടേക്ക് പോയാൽ മതി കേട്ടോ. ഇവിടെ പലരും പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു. അവിടെ ഒരു വഴിയിലൊരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു, പുള്ളിക്കാരോട് ചോദിച്ചു. ഇത് നടന്നു വരാനായിട്ട് നല്ല വഴിയുണ്ട് കേട്ടോ. അപ്പം പോകുന്ന വഴിയിലൊക്കെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം കണ്ടോ. അരുവി ഇങ്ങനെ ഒഴുകുന്നത്, നല്ല സൗണ്ടാണ്. ഇത് സേഫാണ്, അങ്ങനെ വലിയ കുഴികളൊന്നുമില്ല ഇവിടെ. അപ്പോൾ അതെ, ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെയൊക്കെ നല്ല ഇതിനകത്ത് വേറൊരു ഫീലാണല്ലോ ഉള്ള. പക്ഷെ ഇവിടെ അങ്ങനെ ഭയങ്കര വെള്ളച്ചാട്ടമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇനിയും പോകണോ? വഴി ചോദിക്കാൻ ഇവിടെ ആരുമില്ല. കഴിഞ്ഞ വലിയ മഴയുടെ ആണെന്ന് തോന്നുന്നു ഈ മരമൊക്കെ അതാ പൊളിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു വഴി കാണുന്നില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരാനൊക്കെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ വരാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു ആനക്കുളം വെള്ളച്ചാട്ടം. നല്ല വഴിയാണ് കേട്ടോ. വഴി അത്യാവശ്യം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നടന്നു വരാൻ പറ്റുന്ന ഒരു ഇടയ്ക്ക് തടസ്സങ്ങളോ അങ്ങനെ വലിയ കാടൊന്നുമല്ല കേട്ടോ. അല്ലാന്ന് തോന്നുന്നു. എന്തായാലും വഴി മൂടിക്കിടപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു വരാൻ പറ്റിയ ഒരു ചെറിയ ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു ഹൈക്കിംഗ് സ്പോട്ട് എന്നൊക്കെ പറയാം. ഹൈക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത്ര ഉയരത്തിലൊന്നും നമുക്ക് കയറേണ്ടതില്ല. കൊള്ളാം. അതെ, അവർക്കൊക്കെ നടന്നു പോകാനുള്ള ഒരു ഹൈറ്റിൽ വെള്ളമേ ഉള്ളൂ. ഇപ്പം വലിയ മഴക്കാലമല്ല. മഴക്കാലമാണെങ്കിൽ ഇപ്പോൾ 3-4 ദിവസമായിട്ട്, എനിക്കൊന്നും ഒരു 4-5 ദിവസമായിട്ട് വലിയ മഴയൊന്നുമില്ല ഇവിടെ. തെക്കൻ ജില്ലകളിൽ പൊതുവെ മഴ കുറവാണെന്ന് കേട്ടല്ലോ. പക്ഷേ സംഭവം നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഒരു കാടിനകത്ത് മൂടി നിൽക്കുന്ന പോലത്തെ ഒരു ഉള്ളിൽ. എന്നാൽ നമുക്ക് ഒരുപാട് നടക്കാനും ഇല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ എനിക്കൊന്നൊരു 10-15 മിനിറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇനി വേറെ മുകളിലോട്ടൊന്നും പോകാൻ വഴി കാണുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ എനിക്കൊന്ന് പല ഭാഗങ്ങളിലും മഴ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ വരുന്നവർ കുളിക്കുന്നത് ഒന്ന് സൂക്ഷിച്ച് വേണം. നീന്തലറിയാത്തവർ ഇറങ്ങരുത്. അതിനെക്കാട്ടി ഇവിടെയൊക്കെ നിന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് മുങ്ങാത്ത രീതിയിലെങ്കിലും നല്ല എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റും ഇവിടെയൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെയൊക്കെ കുളിക്കാം കേട്ടോ. അവിടെ അതിൻ്റെ അപ്പുറത്തൊരു കളർ മാറിയിരിക്കുന്നുണ്ടോ, അവിടെ ഇത്തിരി ഹൈറ്റ് കൂടുതലാണെന്ന് തോന്നും. അപ്പം അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ മുകളിലോട്ടൊക്കെ നടന്നു പോകാൻ വഴിയുണ്ട്. അവിടെയൊക്കെ പോയി നിന്ന് തല നനയ്ക്കാം.
അതൊക്കെ സൂക്ഷിച്ച് പോകണം. പക്ഷേ എനിക്കൊന്ന് ഇപ്പോൾ ഇവിടെ ഒന്നും നനഞ്ഞ് കിടപ്പില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അതുകൊണ്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും തോന്നുന്നു. അങ്ങ് അറ്റത്തോട്ടൊക്കെ പോകുന്നവർ സൂക്ഷിക്കണം, പോകാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കൊന്ന് ഇവിടെ കുളിച്ചിട്ട് അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ സംഭവം പൊളിയാണ്. അപ്പോൾ അമ്പൂരിയിലെ പന്തപ്ലാമൂട് പാലത്തിൻ്റെയും അതായത് അമ്പൂരി ബ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ ആനക്കുളം വെള്ളച്ചാട്ടത്തിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.